1981 മാർച്ച് 6 ജർമ്മനിയിലെ ലൂബേക്ക് കോടതിയിൽ ഒരു നിശബ്ദത പടർന്നിരുന്നു. ഒരമ്മ തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന ചെറിയൊരു തോക്കിൽ ട്രിഗർ അമർത്തിയപ്പോൾ അന്ന് കോടതിയിൽ മുഴങ്ങിക്കേട്ടത് ഒരു തോക്കിൻ്റെ മുഴക്കം മാത്രമായിരുന്നില്ല, അത് ഒരമ്മയുടെ പൊട്ടിത്തെറിയായിരുന്നു. അവരാണ് ലോകം റിവെഞ്ച് മദർ എന്ന് വിളിച്ച മെരിയൻ ബാച്ച്മീർ. അന്ന, ഇത് നിനക്ക് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന പ്രതിയെ തൻ്റെ കൈകൾ കൊണ്ട് തന്നെ നീതി നടപ്പിലാക്കിയ ധീരയായ ഒരമ്മ. ആ കഥയുടെ ആഴങ്ങളിലേക്ക് വെൽക്കം ടു ഫെയറി സോൺ. 1980 മെയ് മാസം, വസന്തകാലത്തിന് തണുപ്പും വെളിച്ചവും കലർന്ന ദിവസങ്ങൾ. അന്ന് നഗരം സാധാരണ പോലെ തന്നെ ശാന്തമായിരുന്നു. ആ നഗരത്തിലെ ഒരു ചെറിയ വീട്ടിൽ ഒരമ്മ ജീവിച്ചിരുന്നു, മെരിയൻ ബാച്ച്മീർ. അവർക്ക് ലോകം മുഴുവൻ എന്നൊന്നുണ്ടായിരുന്നുവെങ്കിൽ അത് ഒരാളായിരുന്നു, അവരുടെ 7 വയസ്സുകാരി മകൾ അന്ന ബാച്ച്മീർ. മെരിയൻ ബാച്ച്മീർ ഒരു സിംഗിൾ മദറായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മകളായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. അവൾക്ക് വേണ്ടി തന്നെയായിരുന്നു എല്ലാ പോരാട്ടങ്ങളും, എല്ലാ സ്വപ്നങ്ങളും. 1980 മെയ് മാസത്തിലെ ഒരു തണുത്ത രാവിലെ ആകാശം സാധാരണ പോലെ തന്നെ തെളിഞ്ഞു നിന്നിരുന്നു. പക്ഷേ 7 വയസ്സുകാരി അന്നയുടെ മനസ്സിൽ ചെറിയൊരു കാർമേഘം മൂടിയിരുന്നു. അമ്മയുമായി അവൾ പിണങ്ങി. ചെറിയൊരു വാക്കുതർക്കം. അവൾ ആ ദിവസം സ്കൂളിൽ പോകാതെ പരിചിതമായ ഒരു വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു. അവൾക്കറിയാമായിരുന്ന ഒരു വീട്, പൂച്ചകളുടെ ശബ്ദം കേൾക്കുന്ന ഒരു വീട്, മുമ്പ് കളിച്ച ഓർമ്മകൾ നിറഞ്ഞ ഒരു വീട്. അവൾക്കത് സുരക്ഷിതമായ ഇടമാണെന്ന് തോന്നി. പക്ഷേ ചില വാതിലുകൾ പുറത്തുനിന്ന് സാധാരണയായി തോന്നും. അകത്തേക്ക് തുറക്കുമ്പോൾ ഇരുട്ടാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ആ വീടിനുള്ളിൽ ക്രൂരനും ക്രിമിനലുമായ ഒരു മനുഷ്യൻ അന്നയുടെ ചെറിയ ലോകത്തെ തകർത്തു കളഞ്ഞു. ക്ലൗസ് ഗ്രബോസ്കി എന്ന ക്രിമിനൽ ആ കൊച്ചു കുഞ്ഞിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അവളെ ഒരു പെട്ടിക്കുള്ളിലാക്കി ഒരു കനാലിൻ്റെ കരയിൽ ഉപേക്ഷിച്ചു. അയാൾ ചെയ്ത ഈ കുറ്റകൃത്യം പോലീസിനെ വിവരമറിയിച്ചത് അയാളുടെ പ്രതിശ്രുത വധു തന്നെയായിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിൽ പോലീസിന് അറിയാൻ സാധിച്ചത് ഗ്രബോവ്സ്കി ഇതിനു മുൻപും ലൈംഗിക കുറ്റങ്ങൾക്കായി ശിക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നു. 2 പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് മുമ്പ് ശിക്ഷ അനുഭവിച്ചിരുന്നു. തുടർന്ന് ഇയാളെ സർജിക്കൽ കാസ്ട്രേഷന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ എഫക്റ്റ് റിവേഴ്സ് ചെയ്യാൻ അയാൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തതായിട്ടുള്ള തെളിവുകൾ പുറത്തുവന്നു. അറസ്റ്റിലായതിനു ശേഷം അയാൾ പോലീസിനോട് രേഖപ്പെടുത്തിയ മൊഴികൾ ഇപ്രകാരമായിരുന്നു: അന്ന അവളുടെ അമ്മയോട് പീഡന വിവരം പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പണം ആവശ്യപ്പെട്ടുവെന്നും ഇതിനെ തുടർന്ന് വീണ്ടും ജയിലിലാകുമെന്ന ഭയമാണ് അവളെ കൊലപ്പെടുത്താൻ കാരണമായതെന്നുമുള്ള വിചിത്ര വാദങ്ങളായിരുന്നു ഗ്രബോസ്കി പറഞ്ഞത്. 1981 മാർച്ച് 6 ജർമ്മനിയിലെ ലൂബേക്ക് കോടതി. രാവിലെ ഏകദേശം 10 മണി. കോടതി മുറി 157 പതിവ് പോലെ ഒരു വിചാരണ നടക്കുകയായിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ അത് മറ്റൊരു സാധാരണ കോടതി ദിവസമെന്ന പോലെ തോന്നിയേക്കാം. എന്നാൽ ആ ദിവസം ചരിത്രത്തിലേക്ക് കടക്കാൻ കാത്തുനിൽക്കുകയായിരുന്നു. പ്രതികളുടെ നിരയിൽ ഇരുന്നിരുന്നത് ഒരു പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ വിചാരണ നേരിടുന്ന ഗ്രബോവ്സ്കി. അവനെ നേരിട്ട് നോക്കാതെ പ്രേക്ഷകർക്കരികിൽ ശാന്തമായിരുന്നിരുന്നു ആ പെൺകുട്ടിയുടെ അമ്മ മെരിയൻ ബാച്ച്മീർ. ആർക്കും അറിയില്ലായിരുന്നു അവളുടെ ബാഗിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് ഒരു ചെറിയ പിസ്റ്റലാണെന്നുള്ള കാര്യം. അത് ഒരായുധം മാത്രമായിരുന്നില്ല, അത് ഒരമ്മയുടെ വേദനയും കോപവും നീതി തേടുന്ന ഒരു മനസ്സും ചേർന്ന ഒരു നിർണായകമായ നിമിഷമായിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റു. ഒരു നിമിഷം കോടതി മുറി നിശബ്ദമായി. അവർ ലക്ഷ്യം വെച്ചത് അവനിലേക്കായിരുന്നു. തൻ്റെ മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയിലേക്ക് അവരുടെ തോക്ക് വിരൽ ചൂണ്ടി. ആകെ 7 വെടിയൊച്ചകൾ. ഗ്രബോവ്സ്കി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മരിച്ചു വീണു. കോടതി മുറിയിൽ പടർന്നത് ഞെട്ടലും നിശബ്ദതയും. ആ അമ്മ തോക്ക് താഴെ വെച്ചു. എന്നിട്ട് ഒരുതരം ശാന്തതയോടെ കീഴടങ്ങി. അപ്പോൾ ആ നിമിഷം അവർ പറഞ്ഞത്: അന്ന, ഇത് നിനക്ക് വേണ്ടി. ഈ സംഭവം അന്ന് പാശ്ചാത്യ ജർമ്മനിയെ മുഴുവൻ പിടിച്ചു കുലുക്കി. മാധ്യമങ്ങൾ രാജ്യത്തിനകത്തും പുറത്തു നിന്നെത്തി. ചിലർ അതൊരു അമ്മയുടെ വേദനയായി തന്നെ മനസ്സിലാക്കി. മറ്റു ചിലർ നിയമം കയ്യിലെടുത്തതിനെ ശക്തമായി പ്രതികരിച്ചു. ഒരു ഭരണഘടനാ രാജ്യത്തിൽ വേദന എത്ര ആഴമുള്ളതായാലും നീതി കോടതി മുറിയിലൂടെ ആയിരിക്കണം, വ്യക്തിപരമായ പ്രതികരണങ്ങളിലൂടെ അല്ല എന്ന ചർച്ച സമൂഹത്തിൽ ശക്തമായി ഉയർന്നു വന്നു.
1983 മാർച്ച് 2 ദീർഘമായ വിചാരണയ്ക്ക് ശേഷം കോടതി വിധി പ്രസ്താവിച്ചു. മെരിയൻ ബാച്ച്മിയറിന് 6 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കപ്പെട്ടു. എന്നാൽ ശക്തമായ പ്രതിഷേധങ്ങൾ കാരണം മെരിയൻ ബാച്ച്മിയർ 3 വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് മോചിതയായി. ചരിത്രം ഇന്നും ആ അമ്മയെ ഒറ്റ വാക്കിൽ നിർവചിക്കുന്നില്ല. കാരണം മെരിയൻ ബാച്ച്മിയറിന്റെ കഥ ശരിയോ തെറ്റോ എന്ന ലളിതമായ ചോദ്യത്തിന് അതീതമാണ്. അത് നമ്മെ ചോദ്യം ചോദിക്കാൻ നിർബന്ധിതരാക്കുന്ന ഒരു കഥയാണ്. വേദനയുടെ അതിരുകൾ കടന്നപ്പോൾ നീതി എന്നത് എന്താണ്? അവളുടെ ധൈര്യം ചിലർക്ക് മാതൃത്വത്തിൻ്റെ അതിരില്ലാത്ത ശക്തിയുടെ പ്രതീകമായി തോന്നി. അതേസമയം നിയമം മനുഷ്യവികാരങ്ങളെക്കാൾ മേലെയായിരിക്കണമെന്ന ഒരു മുന്നറിയിപ്പുമായി മറ്റു ചിലർ അതിനെ കണ്ടു. അവരുടെ പ്രവൃത്തി നിയമപരമായി ശരിയാണോ തെറ്റാണോ എന്ന ചർച്ചകൾ ചരിത്രത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു സത്യം പലർക്കും മാറ്റാനാകില്ല. അത് ഒരു അമ്മയുടെ സ്നേഹത്തിൻ്റെ അതിരുകളെക്കുറിച്ചുള്ള കഥയാണ്. ചിലർ അവരെ ഒരു കുറ്റവാളിയായി കാണുമ്പോൾ മറ്റു ചിലർ അവരെ ധൈര്യത്തിൻ്റെ പ്രതീകമായി കാണുന്നു. കാരണം അവർ ചെയ്തത് ദേഷ്യത്തിൽ നിന്നും കോപത്തിൽ നിന്നും വേദനയിൽ നിന്നും മാത്രമല്ല, ഒരു കുഞ്ഞിൻ്റെ ഓർമ്മയിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് ചിലരുടെ മനസ്സിൽ മെരിയൻ ബാച്ച്മിയർ ചരിത്രത്തിലെ വിവാദ വ്യക്തി എന്നതിലുപരി സ്വന്തം മകൾക്ക് വേണ്ടി ലോകത്തോട് പൊരുതി നിൽക്കാൻ ഭയപ്പെടാത്ത ഒരു ധീരയായ അമ്മ എന്ന നിലയിൽ തുടരുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.